അഡ്വക്കേറ്റ് സതീഷ്, രാംകുമാർ സാർ ചൂണ്ടിക്കാണിച്ചത് ഹൈക്കോടതിയിലെ ഒരു കേസ്, അതിൽ കുറ്റവാളിയാണ് എന്നറിഞ്ഞിട്ടും കോടതിക്ക് അയാളെ ശിക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന ദുഃഖകരമായ ഒരു അവസ്ഥയാണ് അദ്ദേഹം വിശദീകരിച്ചത്. നോക്കൂ, ഈ ആലപ്പുഴയിൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അവിടുത്തെ മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അങ്ങനെ ബ്രാഞ്ച് സെക്രട്ടറിയായ വിഘ്നേഷിനെ MDMA-യുമായി പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. ഈ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് MDMA ആണ് പിടിച്ചിട്ടുള്ളത്. കൃത്യമായ ശരീര പരിശോധന വേണം. ഈ ഡ്രഗിൻ്റെ അളവ് എത്രയാണെന്ന് കണ്ടെത്തണം. അതിന് ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ കോടതിയിൽ ഇക്കാര്യങ്ങൾ എത്തുമ്പോൾ വളരെ കൃത്യമായ ആധികാരികമായ തെളിവുകൾ ഉണ്ടാവുകയും ഈ പ്രതി ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. പക്ഷേ ആലപ്പുഴയിൽ എന്താണ് സംഭവിച്ചത്? MDMA-യുമായി വിഘ്നേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ലഹരിയുടെ കണ്ണികൾ അറുത്തു മാറ്റാൻ സത്യസന്ധരായ പോലീസുകാർ ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ, എക്സൈസ് ഉദ്യോഗസ്ഥനും ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ, ആ ലഹരിയെ കൂട്ടിച്ചേർക്കുന്ന, ആ കണ്ണികളെ കൂട്ടിച്ചേർക്കുന്ന ഒരു ഉപാധിയായി ഇവിടുത്തെ CPM മാറുകയാണ്. CPM-ന്റെ ഉന്നത നേതാക്കൾ ഇടപെട്ടുകൊണ്ടാണ് വിഘ്നേഷിന്റെ കാര്യത്തിൽ കൃത്യമായ നടപടിക്രമങ്ങൾ അവിടെ പാലിക്കാതെ പോയതെന്ന വിമർശനവും ശക്തമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇടതുപക്ഷം ലഹരിപക്ഷമോ എന്ന എൻ്റെ ക്യാപ്ഷൻ, ജനം TV-യുടെ ക്യാപ്ഷൻ, അക്ഷരാർത്ഥത്തിൽ അടിവരയിട്ട് വ്യക്തമാക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ലഹരിപക്ഷമോ എന്ന ചോദ്യം ജനം TV ഉയർത്തിയത്. ഈ ആലപ്പുഴയിലെ സംഭവത്തിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? നീലിമ പറഞ്ഞത് CPM അല്ലെങ്കിൽ LDF ഈ മയക്കുമരുന്നിനും അല്ലെങ്കിൽ ഈ സിന്തറ്റിക് ഡ്രഗിനും അനുകൂലമായി നിൽക്കുന്നു. നോക്കൂ, നിങ്ങൾ തന്നെ പറയാണ് ഇപ്പം NDPC കേസുകൾ വളരെയധികം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഏത് പോലീസാണ്? ഈ സാഹചര്യം എന്താണ്? CPM-ന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നു. വീട്ടമ്മമാർ തെരുവിലേക്ക് ഇറങ്ങുന്നു. വീട്ടമ്മമാർ മുഴുവൻ പിണറായിയെ പഴിക്കുന്നു, ആഭ്യന്തര വകുപ്പിനെ പഴിക്കുന്നു. ഞങ്ങളുടെ മക്കൾ അനാഥരാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു, ഞങ്ങൾ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ ലഹരി വിപത്ത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവിടുത്തെ സ്ത്രീകൾ ഒന്നടങ്കം ഈ സർക്കാരിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് സർ ഇത്ര വലിയ രീതിയിൽ ലഹരി പിടുത്തമൊക്കെ ഉണ്ടായത്. അതൊക്കെ നീലിമേരെ അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഒരു ഉദ്ദേശമാണ്. അങ്ങനെയൊന്നുമല്ല. ഇതെന്ന് പറയുന്നത് ഇവിടെ ഈ സർക്കാർ വളരെ വളരെ കർക്കശമായ നിലപാടെടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് MDMA-യുടെ അളവുണ്ട് സാർ. ഇപ്പം ബഹുമാനപ്പെട്ട രാംകുമാർ സാറിന് അറിയാം, നമുക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുക്കേണ്ട കേസുകൾ വരുമ്പോഴത്തേക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുത്തിട്ടേ നമുക്ക് പറ്റുള്ളൂ. MDMA അല്ല, ഏത് സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിച്ചാലും MDMA ഇതൊക്കെ എന്ന് പറയുന്നതാണ് ഒരു കോമ്പിനേഷനാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് മെഡിക്കൽ എത്തിക്സിലുള്ളവർക്ക് അല്ല, മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അറിയാം, ഇതൊരു കോമ്പിനേഷനാണ്. നമുക്ക് ചില കേസുകൾ നമുക്ക് MDMA ആയിരുന്നാലും ഏതായിരുന്നാലും പിടിക്കുന്ന അളവ് അനുസരിച്ച് മാത്രമേ നമുക്ക് കേസുകൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന്. ചില കേസുകൾ നമുക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുത്തേ പറ്റുള്ളൂ. ഈ അളവെന്ന് പറഞ്ഞത് താങ്കൾ നേരത്തെ പറഞ്ഞു പോലെ എക്സൈസ് ആയിരുന്നാലും പോലീസ് ആയിരുന്നാലും ആരാ പിടിച്ചിരുന്നാലും ഒരു ഗസറ്റ് ഓഫീസറിന്റെ മുന്നിൽ വെച്ച് സൈൻ ചെയ്ത് ഇത് 100% കറക്റ്റ് ആണ്. ഇല്ലെന്നല്ല ഇക്കാര്യം ആലപ്പുഴ സെക്രട്ടറിയായിരുന്ന വിഘ്നേഷിനെതിരെ കൈക്കൊണ്ടോ? അവിടെ അത്തരത്തിലൊരു സാന്നിധ്യം ഉണ്ടായിരുന്നോ? ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ? അവിടെ പരിശോധന നടന്നോ? നീലിമ, ഞാൻ പറഞ്ഞില്ല ആ പരിശോധന റിപ്പോർട്ടൊന്നും ഞാൻ പരിശോധിച്ചില്ല. എന്നിരുന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോഴത്തെ സമ്മേളനം, ഇപ്പോൾ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞല്ലോ, CPM-ൻ്റെ സമ്മേളനം, ഞാൻ ഒരു കാര്യം നിങ്ങൾ പറയും, ഇതിന് മുമ്പേ ഉള്ള ബ്രാഞ്ച് സമ്മേളനം അല്ലെങ്കിൽ ലോക്കൽ സമ്മേളനം, ഏരിയ സമ്മേളനം, ജില്ലാ സമ്മേളനത്തിലൊക്കെ ഏറ്റവും കൂടുതൽ വിമർശനം വന്ന ഏതെന്നറിയാമോ നീലിമയ്ക്ക്? പോലീസ് സ്റ്റേഷനിൽ പാർട്ടിക്കാർക്ക് ഏതൊരുവിധ സ്വാധീനവും ഇല്ല.
എന്നുള്ള രീതിയിലാണ് പാർട്ടിയുടെ പ്രതിനിധികൾ സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പറയുന്നതല്ല പാർട്ടി പ്രതിനിധികളും അല്ലെങ്കിൽ CPM-ന്റെ പോഷക സംഘടന അല്ലെങ്കിൽ CPI അനുഭാവികൾക്കെല്ലാം പോലീസ് സ്റ്റേഷനിൽ വളരെ സ്വാധീനം ഉണ്ടെന്നത് ചില കേസുകൾ വന്നിട്ടുണ്ടാവാം. ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല. ഇപ്പോൾ കേരളത്തിൽ ഇല്ലയെന്നില്ല. പക്ഷേ ഒരു കാരണവശാലും പാർട്ടിയോ LDF ഒരു കാരണവശാലും അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല നീലിമ. അതിൻ്റെ ഇത് പ്രതിനിധികളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? യു പ്രതിഭയുടെ കാര്യത്തിൽ സംഭവിച്ചത് നിങ്ങൾ പറയാൻ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ നിന്നപ്പോഴത്തേക്കാണ് ഈ പോലീസ് പിടിക്കുന്നത്. ഇദ്ദേഹം അടിച്ചില്ല എന്ന് മാത്രമേ പ്രതി പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ കൂടുതലുള്ള ആൾക്കാർ ഇല്ല എന്നൊന്നും പറയില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ നോക്കാം, അതിൻ്റെ ഒരു ഉദാഹരണമല്ലേ വിഷ്ണുപുരൻ ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ മകൻ. നമുക്ക് അദ്ദേഹത്തിനെയൊക്കെ യു പ്രതിഭയെയും ഒരിക്കലും താരതമ്യം ചെയ്യല്ല. ഞാൻ പറയുന്നത് യു പ്രതിഭ പറഞ്ഞ എന്താണ്, അദ്ദേഹം മോൻ ചെയ്ത് തെറ്റുന്നതാണ്. അങ്ങനെയല്ല, മോൻ അതിനെ ഉപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം കയ്യിൽ വച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സുകൾ ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നായിരിക്കും പിടിപെട്ടത്. അതൊക്കെ ചില കേസുകളൊക്കെ വരും നീലിമ. അപ്പം നമ്മൾ എല്ലാവരെയും നമ്മൾ ഒരിതല്ല. നോക്കൂ, എത്ര പെൺകുട്ടികൾ എനിക്കറിയാം. അല്ല, ഞാൻ പറയുന്നത് എത്ര പെൺകുട്ടികൾ അവരറിയാതെ കേറിയതായിട്ടുണ്ട്. ആ കുട്ടികളുടെ ഭാവി അങ്ങിപ്പോഴും കാര്യങ്ങൾ പരത്തി പറയുകയാണ്. ഒരു സെക്കൻഡ് അയാളെ MDMA-യുമായി പിടിക്കുമ്പോൾ അയാളുടെ കയ്യിൽ നിന്നും പണം കണ്ടെടുക്കുന്നുണ്ട്. അതായത് MDMA വിൽക്കുന്ന ആളാണ്. വാങ്ങി ഉപയോഗിക്കൽ മാത്രമല്ല, അയാൾ വിൽക്കുക കൂടി ചെയ്യുകയാണ്. അപ്പോൾ ഇയാൾക്ക് ആരാണ് ഇത്തരത്തിൽ MDMA എത്തിച്ചു നൽകുന്നത്? ഇത് ഏതെല്ലാം കേന്ദ്രങ്ങളിലേക്ക് വിറ്റഴിക്കുന്നു? അങ്ങനെ ഇയാൾക്ക് മുൻപും ഇയാൾക്ക് ശേഷവും നടക്കുന്ന ആ ഒരു വിപണനത്തെക്കുറിച്ച് ഏതെല്ലാം കുട്ടികളിലേക്കാണ് ഈ ലഹരി എത്തുന്നത്? ഇതിനെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണമല്ലേ നടക്കേണ്ടിയിരുന്നത്? പക്ഷേ വിഘ്നേഷിനെ CPM നേതൃത്വം ഇടപെട്ടുകൊണ്ട്, ആലപ്പുഴയിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല, ആലപ്പുഴയിൽ CPM നേതൃത്വം ഇടപെട്ടുകൊണ്ട് അയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടില്ലേ? ആ അന്വേഷണം അവിടെ നിലച്ചില്ലേ? ആരാണ് CPM-ന്റെ പ്രവർത്തകനെ ഇടപെട്ടുന്നത്? നീലിമ പറയും. ഒരാളും ഇടപെട്ടില്ല. നിങ്ങൾ ഈ ചുമ്മാ ഈ പരത്തി പറഞ്ഞു. നമ്മൾ ഈ ചർച്ചയിൽ അല്ല, ഞാൻ നീലിമ ഒരു കാര്യം അല്ല, നീലിമ പറയട്ടെ. സമ്മതിച്ചു.